ഒരു മനുഷ്യൻ ജ്ഞാനിയായ ഒരു ഗുരുവിനടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു: ഗുരു, എനിക്ക് എൻ്റെ ഭാര്യയുമായി എപ്പോഴും സ്നേഹത്തിലായിരിക്കാനും കലഹങ്ങൾ എന്നേക്കുമായി ഒഴിവാക്കാനുമുള്ള ഒരു മാർഗം പറഞ്ഞു തരും. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിനക്ക് നിന്റെ ഭാര്യയോട് എപ്പോഴും സ്നേഹത്തിലായിരിക്കാനും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള മന്ത്രം ചെയ്യാനായി നീ പോയി ഒരു സിംഹത്തിന്റെ മീശ മുറിച്ചു കൊണ്ടുവരണം. അങ്ങനെ തൊട്ടടുത്ത ദിവസം ആ മനുഷ്യൻ ഒരു നദിക്കരയിലെത്തി. അവിടെ പതിവായി ഒരു സിംഹം വന്നിരിക്കാറുണ്ടായിരുന്നു. ആദ്യ ദിവസം അയാൾ ദൂരത്തു നിന്ന് സിംഹത്തെ നോക്കിക്കണ്ടു. തൊട്ടടുത്ത ദിവസം അയാൾ പോയപ്പോൾ കയ്യിൽ ഒരു മാംസക്കഷ്ണം കരുതുകയും അത് സിംഹത്തിനടുത്തേക്ക് ദൂരെ നിന്ന് ഇട്ടുകൊടുക്കുകയും ചെയ്തു. സിംഹം ആ മാംസം ഭക്ഷിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസേന അയാൾ സിംഹത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. പതിയെ പതിയെ അയാൾ സിംഹത്തിനടുത്തേക്ക് നീങ്ങിച്ചെന്നു. സിംഹവും അയാളെ തിരിച്ചറിയാനും അയാളോട് സ്നേഹം കാണിക്കാനും തുടങ്ങിയിരുന്നു. ഒടുവിലൊരു ദിവസം അയാൾ സിംഹത്തിന്റെ തൊട്ടടുത്ത് ചെന്നിരുന്ന് അതിനെ തലോടുകയും അതിന്റെ ഒരു മീശ മുറിച്ചെടുക്കുകയും ചെയ്തു. സിംഹം പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും തന്നെ കാണിച്ചില്ല. കാരണം ഇപ്പോഴേക്കും അവർ വലിയ ചങ്ങാതിമാരായി തീർന്നു. ആ മനുഷ്യൻ സന്തോഷത്തോടെ ജ്ഞാനിയായ ഗുരുവിനടുത്തേക്ക് മടങ്ങിയെത്തുകയും സിംഹത്തിന്റെ മീശ അവിടെ ഏൽപ്പിച്ച് തനിക്ക് ആവശ്യമുള്ള മന്ത്രം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിനക്ക് ക്ഷമയോടും ധൈര്യത്തോടും സൗമ്യതയോടും കൂടി ഒരു സിംഹത്തിന്റെ ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ഭാര്യയുടെ ഹൃദയം ജയിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സ്നേഹം ഒരിക്കലും ബലപ്രയോഗത്തിലോ കുറുക്കുവഴിയിലോ ഉണ്ടാകുന്നതല്ല. അത് സഹിഷ്ണുതയിലും ധൈര്യത്തിലും സൗമ്യതയിലുമാണ് വളർന്നു വരുന്നത്.